മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച കുടുംബ പരമ്പരയാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും. പരമ്പരാഗത കണ്ണീർ സീരിയലുകളുടെ അച്ചിലിട്ട ഫോർമുലകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് തികച്ചും സ്വാഭാവികമായ അഭിനയ ശൈലിയും നർമ്മം തുളുമ്പുന്ന സംഭാഷണവുമായി എത്തിയ ഈ പരമ്പര മലയാളി പ്രേക്ഷകരുടെ ഹൃദയമിടിപ്പായി മാറുകയായിരുന്നു. ബാലചന്ദ്രൻ തമ്പി എന്ന ബാലുവും നീലുവും അവരുടെ 5 മക്കളും അടങ്ങുന്ന പാറമട വീട് മലയാളികൾക്ക് സ്വന്തം വീട് പോലെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ പരമ്പരയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഒരു കാലഘട്ടത്തിൽ പരമ്പരയുടെ നട്ടലായിരുന്ന ബാലുവും നീലുവും സ്ക്രീനിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. മുൻപൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ മാറുമ്പോൾ പരമ്പരകൾ പ്രതിസന്ധിയിലാകാറുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ കഥയുടെ സുഗമമായ ഒഴുക്ക് നിലനിർത്തിയത് പാറമട വീട്ടിലെ കുട്ടികളാണ്. ലച്ചു, മുടിയൻ, കേശു, ശിവാനി, പാറുക്കുട്ടി എന്നിവരുടെ കഥ മുന്നേറുമ്പോൾ ഒട്ടും ചോർച്ചയില്ലാതെ ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ സമ്മാനിക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിക്കുന്നുമുണ്ട്. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലും കുടുംബ പ്രേക്ഷകർക്കിടയിലും ഏറ്റവും വലിയ തരംഗമായി മാറിയത് ശിവാനിയുടെയും ഷിബു റോക്സിന്റെയും വിവാഹവുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളും പ്രമോകളുമായിരുന്നു. പാറമട വീട്ടിലെ കുസൃതി കുടുക്കയായ ശിവാനി വളർന്ന് വലിയൊരു പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. ലച്ചുവിന്റെയും സിന്ധുവിന്റെയും ജീവിതത്തിലെ പുതിയ വിശേഷങ്ങൾക്കൊപ്പം ഇപ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കേശുവിന്റെ പ്രണയവും ശിവാനിയുടെ പുതിയ കൂട്ടുകെട്ടുകളുമാണ്. ഈ സാഹചര്യത്തിലാണ് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ശിവാനിയുടെയും ഷിബു റോക്സിന്റെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. സീരിയലിൽ ഷിബു റോക്സ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അരുണാണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഈ ചിത്രങ്ങൾ പങ്കുവച്ചത്. പരമ്പരാഗതമായ കേരളീയ വധൂവരന്മാരുടെ വേഷത്തിലായിരുന്നു ഇരുവരും ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. സെറ്റ് സാരിയും ആഭരണങ്ങളും അണിഞ്ഞ് വധുവായി ശിവാനിയും കസവ് മുണ്ടും കുർത്തയും മാലയും അണിഞ്ഞ് വരനായി ഷിബുവും നിൽക്കുന്ന ചിത്രങ്ങൾ മിനിറ്റുകൾക്കകമാണ് വൈറലായത്. ഷിബു ആൻഡ് ശിവാനി ഇൻ പാരലൽ യൂണിവേഴ്സ് ജസ്റ്റ് മാരീഡ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു അരുൺ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത്. ഈ പോസ്റ്റിന് താഴെ പരമ്പരയിൽ മുടിയനായി തകർപ്പൻ തിരിച്ചുവരവ് നടത്തിയ സിദ്ധാർത്ഥ് പ്രഭു ചക്കരെ എന്ന് കമന്റ് ചെയ്തത് പ്രേക്ഷകരുടെ സംശയം ഇരട്ടിയാക്കി. ഇടക്കാലത്ത് പരമ്പരയിൽ നിന്ന് മാറി നിന്നുവെങ്കിലും ശക്തമായി തിരിച്ചുവരവ് നടത്തിയ സിദ്ധാർത്ഥിന്റെ കമന്റ് ചിത്രങ്ങൾക്കുള്ള ഔദ്യോഗിക സ്ഥിരീകരണമായി പലരും തെറ്റിദ്ധരിച്ചു. ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഉപ്പുമുളകും ആരാധകർ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലായി. പരമ്പരയിൽ ശിവാനി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. പെട്ടെന്ന് ഇത്തരം ഒരു വിവാഹം എങ്ങനെ നടന്നു എന്ന ചോദ്യം പലരിലും ഉയർന്നു. എന്നാൽ ഇൻസ്റ്റാഗ്രാമിലെ കമന്റുകളിൽ ഭൂരിഭാഗം ഈ കോമ്പിനേഷനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. ചില പ്രധാന കമന്റുകൾ ഇവയാണ്: ഈ പോസ്റ്റിനു വേണ്ടി ഞാൻ വലിയ കാത്തിരിപ്പിലായിരുന്നു. ഇത് വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞിരുന്നു. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഇത് കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഷിബുവും ശിവാനിയും സ്ക്രീനിൽ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. അതൊരു സ്വപ്നമായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു സത്യമാണെന്ന്. രണ്ടാളെയും ഒരുപാട് ഇഷ്ടമാണ്. പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം ഇത് പരമ്പരയിലെ പുതിയ കഥാസന്ദർഭത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു വിഭാഗം ഇത് യഥാർത്ഥ വിവാഹമാണോ എന്ന് പോലും സംശയിച്ചു. ചിത്രങ്ങൾക്ക് പിന്നാലെ വന്ന പുതിയ എപ്പിസോഡിന്റെ പ്രമോ വീഡിയോ ചർച്ചകളെ കൂടുതൽ ചൂടുപിടിപ്പിച്ചു. പാറമട വീട്ടിലെ ആകെ അന്തരീക്ഷം മാറി മറിഞ്ഞ രീതിയിലായിരുന്നു പ്രമോ തയ്യാറാക്കിയിരുന്നത്. ശിവാനിയും ഷിബുവും തമ്മിലുള്ള സൗഹൃദം കേശുവിനും ലച്ചുവിനും ഇടയിൽ വലിയ സംശയങ്ങൾക്കും വഴിവെച്ചിരുന്നു. കേശുവിനേക്കാൾ കൂടുതൽ സൗഹൃദം ഇപ്പോൾ ഷിബുവുമായാണോ എന്ന് ലച്ചു സിദ്ധുവിനോട് ചോദിക്കുന്ന രംഗങ്ങൾ പരമ്പരയുടെ തുടർച്ചയെ സൂചിപ്പിച്ചു. ഇവരുടെ ബന്ധത്തെ വളരെ സംശയദൃഷ്ടിയോടെയാണ് കേശു നോക്കിക്കണ്ടത്. തുടർന്ന് പ്രമോയിൽ കാണിച്ച രംഗങ്ങൾ പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഈ ഷിബു റോക്സിനൊപ്പമായിരിക്കും എന്ന് ശിവാനി ഉറപ്പിച്ചു പറയുന്നു. വീട്ടിലുള്ള മുതിർന്നവരെല്ലാം ഇരുവരെയും അനുഗ്രഹിക്കുന്ന രംഗങ്ങളും ഇതിനോടൊപ്പം കാണിച്ചു. മുടിയനായ സിദ്ധുവിനെ സിദ്ധു അളിയ എന്ന് വിളിക്കുന്നത് പോലെ പാറുക്കുട്ടി ഷിബുവിനെ ഷിബു അളിയ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇനി എന്റെ അളിയൻ ഷിബു ആണെന്ന് സിദ്ധു കേശുവിനോട് വ്യക്തമാക്കുന്നുമുണ്ട്. പരമ്പരയിലെ ഏറ്റവും വൈകാരികവും എന്നാൽ ഉദ്വേഗഭരിതവുമായ നിമിഷങ്ങൾ അരങ്ങേറുന്നത് ഇതിനു ശേഷമാണ്. വിവാഹത്തിന് ശേഷം ഷിബുവുമായി വഴക്കിട്ട് ശിവാനിയെ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെയാണ് പാറമട വീട്ടിലെ കുട്ടിത്താരം പാറുക്കുട്ടിയുടെ തകർപ്പൻ പ്രകടനം പ്രേക്ഷകർ കാണുന്നത്. ഷിബുവിന്റെ ഷർട്ടിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് എന്റെ ചേച്ചിയെ നീ കൊന്നുവല്ലേ, എന്റെ ചേച്ചിയെ താ എന്ന് പറഞ്ഞ് പാറുക്കുട്ടി ഉച്ചത്തിൽ നിലവിളിച്ച് കരയുന്ന രംഗം പ്രേക്ഷകരിൽ വലിയ സങ്കടവും അതേസമയം ആകാംക്ഷയും നിറച്ചു. ഷിബു ശരിക്കും ശിവാനിയെ വകവരുത്തിയോ എന്ന ഭീതിയിലായിരുന്നു പ്രേക്ഷകർ. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ കഥയിലെ വമ്പൻ ട്വിസ്റ്റും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. പെട്ടെന്ന് സ്ക്രീനിലേക്ക് കടന്നു വരുന്ന ശിവാനി, ഞാൻ ചത്തൊന്നുമില്ല, നിനക്ക് എന്താ കൊച്ചെന്ന് പാറക്കുട്ടിയോട് ചോദിക്കുന്നു. തൊട്ടു പിന്നാലെ ഷിബു എങ്ങാനും വിളിച്ചാൽ പാറമടയുടെ അവിടേക്കൊന്നും പോവരുത്, അതിൽ വീഴുന്നത് കണ്ടു എന്ന് പാറക്കുട്ടി ശിവാനിയോട് രഹസ്യമായി പറയുന്നതും കാണാം. ഇതോടെയാണ് അതുവരെ കണ്ട വിവാഹവും വഴക്കും കൊലപാതകവും എല്ലാം കേവലം ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുന്നത്. കഥാപാത്രങ്ങളുടെ മനസ്സിലെ ഭാവനയോ അല്ലെങ്കിൽ ഒരു സ്വപ്ന രംഗമോ ആയിരുന്നു അത്രയും നേരം സ്ക്രീനിൽ കാണിച്ചത്. ഉപ്പുമുളകും എപ്പോഴും ജനപ്രിയമായിരിക്കാൻ കാരണം അതിലെ സ്വാഭാവികതയാണ്. എന്നാൽ ഈ
സ്വപ്ന വിവാഹ ട്വിസ്റ്റ് പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നു. ഇങ്ങനെ ഒരു വില കുറഞ്ഞ ട്വിസ്റ്റ് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പല പ്രമുഖ ട്രോൾ പേജുകളിലും കമന്റ് ബോക്സുകളിലും പരമ്പരയുടെ നിലവാര തകർച്ചയെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നു. പ്രധാന വിമർശനങ്ങൾ ഇവയാണ്: എന്തൊരു വെറുപ്പിക്കലാണിത്, ഇതെന്താണ് ഇങ്ങനെ മാറ്റിക്കളഞ്ഞത് എന്ന് പലരും ചോദിച്ചു. സാധാരണ മെഗാ സീരിയലുകളിൽ കാണാറുള്ള സ്വപ്നരംഗങ്ങൾ കാണിച്ച് പ്രേക്ഷകരെ പറ്റിക്കുന്ന രീതി ഉപ്പുമുളകും പോലൊരു നിലവാരമുള്ള പരമ്പരയിൽ നിന്നും പ്രതീക്ഷിച്ചില്ലെന്ന് വലിയൊരു വിഭാഗം ആളുകളും അഭിപ്രായപ്പെട്ടു. ബാലുവും നീലുവും ഇല്ലാത്ത കുറവ് നികത്താൻ അണിയറ പ്രവർത്തകർ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ നാടകീയതകൾ കുത്തിനിറയ്ക്കുകയാണെന്ന് ചിലർ കുറ്റപ്പെടുത്തി. പ്രമോ ഹൈപ്പിനും വ്യൂസിനും വേണ്ടി പ്രേക്ഷകരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ചാനൽ ചെയ്തതെന്ന വിമർശനവും ശക്തമാണ്. വിമർശനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഈ ഒരു ഒറ്റ എപ്പിസോഡിലൂടെ ഉപ്പുമുളകും വീണ്ടും ചർച്ചകളിൽ ഒന്നാമതെത്തിയെന്നതും വസ്തുതയാണ്. ബാലുവും നീലുവും ഇല്ലാത്ത പാറമട വീട് പ്രേക്ഷകർക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും കുട്ടികളുടെ വളർച്ചയും അവരുടെ ജീവിതത്തിലെ പുതിയ ഘടകങ്ങളും കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. ലച്ചുവിന്റെ വിവാഹ ജീവിതം, മുടിയന്റെ നൃത്തവും സൗഹൃദങ്ങളും, കേശുവിന്റെ കോളേജ് ജീവിതവും പ്രണയവും, ശിവാനിയുടെ കൂട്ടുകെട്ടുകൾ എന്നിവയെല്ലാം പരമ്പരയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നുമുണ്ട്. പ്രത്യേകിച്ചും മുടിയനായി അഭിനയിക്കുന്ന സിദ്ധാർത്ഥ് പ്രഭുവിന്റെ തിരിച്ചുവരവ് പരമ്പരയ്ക്ക് വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. ലച്ചുവും സിദ്ധുവും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ഇപ്പോഴും പഴയതുപോലെ തന്നെ ആസ്വാദകരമാണ്. പാറക്കുട്ടി എന്ന കൊച്ചുതാരം വളർന്ന് സംഭാഷണങ്ങൾ കൃത്യമായി പറഞ്ഞു തുടങ്ങിയതും പരമ്പരയുടെ മറ്റൊരു ആകർഷണമാണ്. ശിവാനിയുടെ കാണാതാകലിന് പാറക്കുട്ടി കാഴ്ചവെച്ച പ്രകടനം കുട്ടിയുടെ അഭിനയ പാടവത്തെ വീണ്ടും തെളിയിക്കുന്നതായിരുന്നു. ഉപ്പുമുളകും എന്ന പരമ്പര വെറും ഒരു വിനോദോപാധി മാത്രമല്ല, മലയാളി കുടുംബങ്ങളുടെ നിത്യജീവിതത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും പ്രേക്ഷകരെ ഇത്രയധികം സ്വാധീനിക്കുന്നതും അവർ പ്രതികരിക്കുന്നതും.